ഒത്തിരി ഇഷ്ടം പൊന്നെ നിന്നെ കേട്ടോ. ഐ ലവ് യു ഉമ്മ. എടി ഇത്രയും സുന്ദരികളായ പെണ്ണുങ്ങളുണ്ടായിട്ടോ അതുപോലെ ഇഷ്ടമാടി നിന്നെ എനിക്ക്. അതുപോലെ ജീവനായി പോയടി വാവേ. അല്ല ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പൊ ഞാൻ സീരിയസ് ആവണു എന്ന് പറഞ്ഞിട്ട് കുറെ കമന്റ്. എടാ ഞാൻ എത്ര ശ്രമിച്ചാലും എനിക്ക് സീരിയസ് ഒന്നും ആവാൻ പറ്റില്ല, ഞാൻ ഇങ്ങനൊക്കെ തന്നെയാണ്. അപ്പൊ നമുക്ക് കോട്ടയത്തിന്റെ അച്ചായന്റെ വീഡിയോയിലോട്ട് കടക്കാം. എടാ അയാളെ ട്രോളാൻ മാത്രമുള്ള കാര്യങ്ങളൊന്നും ഇല്ലടേ. സഹായമല്ലേ ആൾക്കാർക്ക് ചെയ്യുന്നുള്ളൂ, ഉപദ്രവമൊന്നും ചെയ്യുന്നില്ലല്ലോ. പിന്നെ ഇപ്പൊ വന്ന വോയിസ് ക്ലിപ്പ് അയാള് മാത്രം വിചാരിച്ച് നടക്കുന്ന കാര്യമല്ലല്ലോ. ബാക്കിയും കൂടിയും കേക്കാം. കണ്ടില്ല എല്ലാവരുടെയും. ഞാൻ താമസിക്കുന്നിടത്തേക്ക് വായോ എന്നൊക്കെ പറഞ്ഞു ഇയാൾ. അത് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല, കാരണം വാട്സപ്പിലെ വീഡിയോ കോളാ. അത് റെക്കോർഡ് ചെയ്യാൻ കുടിക്കാൻ പറ്റൂല. കുട്ടി അങ്ങനെ വിചാരിച്ചാൽ കോളേജ്. പിന്നെ എന്താ മോനെ പ്രശ്നം, നമ്മളിപ്പോ ഇത് മാറ്റും. പിന്നെ ഇയാള് വലിയ കാശുകാരനാ, ഇയാള് വക്കീലും കാര്യങ്ങളൊക്കെ ആക്കി ലാസ്റ്റ് ഈ വോയിസിൽ ഉറവിടം പേടിച്ചിട്ട് പുറത്ത് വിടണില്ല എന്ന് പറഞ്ഞു. കാരണം ഇയാളും ഫ്രോഡാ, അതുകൊണ്ട് ഞാൻ വിടുന്നില്ല. ഇതാന്ന് അന്നേ നമുക്ക് മനസ്സിലായിരുന്നു. കാരണം ഈ വോയിസ് നോട്ട് ഞങ്ങളുടെ കോളേജ് ഫുള്ള് ഒരുപാട് ആൾക്കാർ കേട്ടതും ഞങ്ങളുടെ കുറെ മിസ്സുമാരെയൊക്കെ കേൾപ്പിച്ചതായിട്ടുള്ള വോയിസ്. കാരണം അതിനകത്ത് പുള്ളി റിപ്പീറ്റഡ് ആയിട്ട് ആ കൊച്ച് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള രീതിയിലല്ല സംസാരിക്കുന്നത്. കൊച്ച് വളരെ ഡീസന്റ് ആയിട്ട് ആ ഒരു സ്പോൺസർഷിപ്പിന്റെ കാര്യത്തിന് വേണ്ടി ആ രീതിയിലാണ് സംസാരിച്ചത്. പക്ഷെ പുള്ളി രാത്രിയായി കഴിയുമ്പോൾ മാത്രം ഇങ്ങനെയുള്ള സംസാരം, അതും പുള്ളി എല്ലാരോടും പറയുന്നതൊക്കെ ഒരേ വാക്കും ഒക്കെ തന്നെയൊക്കെയാണ്. രാത്രിയാകുമ്പോൾ മാത്രം അച്ചായന് ഇങ്ങനത്തെ സംസാരം വരുന്നാണ് ആ കുട്ടി പറയുന്നത് ഗൈസ്. അതായത് എനിക്ക് ചോദിക്കാനുള്ളത്, സ്പോൺസർഷിപ്പാണ് ആ കുട്ടി ചോദിച്ചത്, അച്ചായനത് നൽകുകയും ചെയ്തു. രാത്രിയാകുമ്പോൾ ഇങ്ങനത്തെ കുറച്ച് പരിപാടി. അപ്പൊ ഈ ഫോണിൽ ബ്ലോക്ക് എന്ന് പറയുന്ന ഒരു ബട്ടൺ ആ കുട്ടിക്ക് ഇല്ലെന്നാവോ? ഇതും കേട്ടോണ്ടിരിക്കുകയാണോ പണി? പിന്നെ അച്ചായനെ ഞാൻ പുണ്യാളനായിട്ട് കാണിക്കൊന്നുമല്ല കേട്ടോ, അച്ചായൻ ചെയ്തുകൊണ്ട് എൻ്റെ ഇത്തരം തന്നെ. അച്ചായന്റെ ചാരിറ്റിയും കാര്യങ്ങൾക്കൊക്കെ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് നേരെ അല്ലെങ്കിൽ അച്ചായൻ ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല, അറിയാലോ അച്ചായന്. അങ്ങനെ കോട്ടയത്തിന്റെ അച്ചായൻ വീണ്ടും എയറിലോട്ട് പോയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പൊ ഇതേപോലെ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ അച്ചായന്മാരും അച്ചായത്തികളും വരും. അപ്പോ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ബ്ലോക്ക് അടിച്ച് കളയുക, അല്ലെങ്കിൽ റിപ്പോർട്ട് അടിക്കുക, എന്തെങ്കിലും കാണിക്കുക. അല്ലാതെ എടുത്തു വെച്ചിട്ട് ഇയാൾക്ക് എന്തേലും ആവുമ്പോ ആ സമയത്ത് എടുത്ത് പോസ്റ്റ് ചെയ്യല്ല വേണ്ടത്. ആ പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കും. അച്ചായൻ ചാരിറ്റിയും പ്രവർത്തനമൊക്കെ നിർത്തി തോന്നുന്നു ഗൈസ്. വീഡിയോ ഇട്ടുണ്ടായിരുന്നു. എന്റെ സൈബർ അറ്റാക്കും ഭീഷണിയും കാശ് ചോദിക്കലും കാരണം എന്നെ ജീവിക്കാൻ സമ്മതിക്കുകയല്ലെങ്കിൽ ഞാൻ ഈ ചാരിറ്റി നിർത്തുവാണ്. ഇങ്ങനെയാണോ നിങ്ങൾ കിടക്കുന്നേ? 27 വർഷമായി ചെയ്യൂ. വാടകയ്ക്കായിട്ട് ഒരു മോനുണ്ടായിരുന്നു, ക്യാൻസർ ആയിരുന്നു, മോൻ മരിച്ചുപോയി. എനിക്ക് തൊണ്ടയിലും ക്യാൻസർ വരെ ഇഷ്ടമായിരുന്നു. ബാത്റൂമിലൊക്കെ പോകുന്ന ചില സമയത്ത് താഴെ, ചിലപ്പോ പറമ്പില്. പടുതായിക്ക് വാടക കൊടുക്കുന്നു. എത്ര രൂപ? ഒരു ദിവസം 200 രൂപ വെച്ച് വാടക നമ്മൾ കൊടുക്കണം. പന്നിയൊക്കെ വരും അപ്പുറത്ത്. അയ്യോ, ഇങ്ങനെയാ നിങ്ങൾ കിടക്കുന്നല്ലേ? ഞാൻ 3 മാസമായി മരുന്ന് കഴിച്ചിട്ട് എനിക്കിത് മേടിക്കാൻ നിവർത്തില്ല. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഗുളിക എടുത്ത് കഴിച്ച് മരിക്കും. അത് കഴിഞ്ഞ് ഞാൻ ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷനിൽ പോയി, ഇവരാരും അറിയാതെ പോലീസുകാരെന്നെ പിടിച്ചിട്ട് ചേട്ടനെ വിളിച്ചിട്ട് വന്നു, ഭാര്യയെ കൂട്ടിക്കൊണ്ട് എളുപ്പം പോകുന്നു. സാറേ എനിക്കൊരു കയറി കിടക്കാൻ ഒരു പേര്. ഇത് 10 ലക്ഷം രൂപയുണ്ട്. നിങ്ങൾ നല്ലൊരു വീട്ടിൽ അന്തസ്സായിട്ട് കയറി കിടക്കുന്ന എനിക്ക് കാണാം. ദൈവം അനുഗ്രഹിക്കട്ടെ, എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഞാൻ നാട്ടുകാർക്കും പാവങ്ങൾക്കും വേണ്ടി കോടികൾ മുടക്കിയ ആളാണ്. ഇനിയും കോടികൾ ഞാൻ മുടക്കാൻ തയ്യാറാണ്. പക്ഷേ എൻ്റെ സൈബർ അറ്റാക്കും ഭീഷണിയും കാശ് ചോദിക്കലും കാരണം എന്നെ ജീവിക്കാൻ സമ്മതിക്കുകയല്ലെങ്കിൽ ഞാൻ ഈ ചാരിറ്റി നിർത്തുവാണ്. കാരണം എന്നെ ഇപ്പോഴും പൊന്നുപോലെ സ്നേഹിക്കുന്ന എൻ്റെ നാട്ടുകാർ എൻ്റെ ഒപ്പം ഇല്ലെങ്കിൽ എനിക്ക് ഇനി ചാരിറ്റി നടത്താൻ പറ്റില്ല. എൻ്റെ ഫാമിലിയോടെ ഉറങ്ങാതെ പോലുമാണ് ഞാൻ പല സ്ഥലങ്ങളിലും രാത്രി വരെ സഞ്ചരിച്ച് ചാരിറ്റി ചെയ്യുന്നത്. അപ്പോഴും എന്നെ ഇങ്ങനെ ആക്രമിക്കുകയാണെങ്കിൽ ഞാൻ ഇനി ചാരിറ്റി സ്റ്റോപ്പ് ചെയ്യുകയാണ്. അച്ഛൻ എങ്ങനെയാണെങ്കിലും ആള് ചാരിറ്റിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഗൈസ്. അത് നമ്മള് കണ്ടില്ല എന്ന് നടിക്കരുത്. കാരണം നമ്മുടെ കൺമുന്നിൽ തന്നെയാണ് ആള് ചെയ്യുന്നത്. അപ്പൊ അതിന് പ്രൂഫ് എവിടെ ചോദിച്ചിട്ട് നടക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ആയിരിക്കും. പിന്നെ വീഡിയോ എടുക്കേണ്ട കാര്യം, ആ വീഡിയോ കണ്ടിട്ട് മറ്റുള്ള ആൾക്കാർക്ക് ഇൻസ്പിറേഷൻ അതാണെങ്കിൽ ആയിക്കോട്ടെ. ഞാനും ചാരിറ്റിയും കാര്യങ്ങളൊക്കെ ചെയ്യും തന്നെയാണ്. കാരണം നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഇട്ടാൽ തന്നെ ഫണ്ട് വരുള്ളൂ, അവരുടെ അക്കൗണ്ടൊക്കെ കൊടുത്തിട്ടും കാര്യങ്ങൾക്കും. അങ്ങനെയും നമ്മളെ കൊണ്ട് ആവുന്നത് മാത്രമല്ല മറ്റുള്ളവർക്കും സഹായിക്കാൻ പറ്റും. നമ്മളെക്കാട്ടും കൂടുതൽ സഹായിക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ അച്ചായ എന്ന് പറയുന്നത് കോട്ടയത്തിന് മാത്രം കോടീശ്വരൻ, അച്ചായനെക്കാട്ടി മുകളിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ആ വീഡിയോ വൈറലായ കൂടുതൽ ആർക്കാ ഗുണം? അവിടെ നിൽക്കുന്ന ആ പാവങ്ങൾക്ക് തന്നെയാണ് ഗുണം. എനിക്ക് അങ്ങനെ അച്ചായന്റെ ചാരിറ്റി പ്രവർത്തനത്തിനെ കാണാനേ ഉദ്ദേശമുള്ളൂ. വളച്ചൊടിച്ചിട്ട് എന്തിനാ വീഡിയോ എടുക്കണം അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ സീക്രട്ട് ഏജന്റ് എയറിലാണ് കേസ് കുറച്ചു ദിവസമായിട്ട് അച്ചായന്റെ വിഷയം ആയിട്ട്. സത്യഭാമ ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. വീണ്ടും പോസ്റ്റ് ഒന്ന് വായിക്കുക. ഈ പൂ
വോഡഫോണിന്റെ ഡയലോഗ് ആണ് ഗൈസ്. പൂ ഡി എന്ത് ഭാഷ അറിയില്ല. മോനോട് അന്നേ പറഞ്ഞതാണ് നിന്റെ ഭാര്യ മാത്രം കച്ചവടം ചെയ്ത് ജീവിക്കൂ, അല്ലാതെ കണ്ടവന്റെ വീട്ടിലെ പെണ്ണുങ്ങളെ ചെറ്റ പൊക്കാൻ വരല്ലടാ. ഓ ആഷ് 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 ആഷ്. സത്യഭാമ എയർടെല്ലിൽ കയറിയോ എന്ന് തോന്നുന്നു. കുറച്ച് മാന്യതൊക്കെ ആവാട്ടോ. നമ്മള് വലിയ പുണ്യാളത്തിയൊന്നുമല്ല, കറുപ്പ് വെളുപ്പ് എന്ന് പറഞ്ഞ് നടക്കുന്ന ടീമാ. നമുക്ക് പറയാം, പക്ഷെ അത് അങ്ങനെ നീ വെളുത്ത ആൾക്കാരെ സപ്പോർട്ട് ചെയ്യും. എനിക്കൊന്നും ഞാൻ കടക്കുന്നില്ല, അതിനറിയാലോ. ഒരു മയത്തിലൊക്കെ പോയി കളിക്ക്, ബാക്കി വായിക്കാൻ എനിക്ക് താല്പര്യമില്ല. അടുത്ത 24-ന്റെ സന്തോഷ് ജിയും സീക്രട്ട് ഏജന്റും നമ്മൾ അടി. അത് ഞാൻ ഇങ്ങനെ കാണിച്ചത്, അല്ലെങ്കിൽ എനിക്ക് കോപ്പറേറ്റ് കിട്ടും ഗൈസ്. സാറ്റലൈറ്റ് ചാനലുകൾ അടക്കം ഈ പറയുന്ന ആറാട്ടണ്ണന്റെ പല പോസ്റ്റുകളും എടുത്തിട്ട് അവരത് പോസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് ആർക്കും ക്രെഡിബിലിറ്റി ഞങ്ങൾക്ക് ക്രെഡിബിലിറ്റി ഇല്ലാന്ന് പറഞ്ഞ സൈഡാക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇവിടുത്തെ എല്ലാവർക്കും എക്സിസ്റ്റൻസ് ആണ് മാറ്റർ. ഇവിടെ ഞാൻ പറഞ്ഞ കാര്യം ഒരു പോയിന്റ് ആണ്. സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറഞ്ഞ വ്യക്തി സ്വന്തം ചാനലിൽ ഇരുന്ന് വീഡിയോ ഇടുന്നു. അങ്ങേക്കുള്ള കോർ ഓഡിയൻസ് ഒരു 1 ലക്ഷം മാത്രമാണ്. 10 ലക്ഷം. ഓക്കെ, 10 ലക്ഷം. 10 ലക്ഷത്തിൽ മൂന്നാംകിട ചാനലിനേക്കാൾ സബ്സ്ക്രൈബേഴ്സ് എനിക്കുണ്ട്. പറയാൻ പറ്റൂ. സ്വന്തമായി ചാരിറ്റി ചെയ്ത് സ്വന്തമായി കോമാളിത്തരം മൂന്നാംകിട ചാനലായിട്ട് മലയാളികളുടെ മുന്നിൽ വളർന്നു വന്ന ഒരു വ്യക്തി. ഈ വ്യക്തി ഇവരെ പോലത്തെ മൂന്നാംകിട ചാനലിന് മറ്റുള്ളവർ വേണം. ഇവരെ പോലത്തെ ആളുകൾക്ക് പൈസ ഞാൻ പറയട്ടെ, ഇവരെ പോലത്തെ ചാനലിന് പണം ഉണ്ടാക്കണമെങ്കിൽ XY വേണം. അവന്റെ മോശവും അല്ലെങ്കിൽ അവന്റെ കോമാളിത്തരും അവളുടെ അഡൽട്ട് കാണിച്ച് അടിച്ചു മാറ്റിയിട്ടാണ് ഇവർ ചെയ്യുന്നത്. അല്ലെ അവന്റെ മോശത്തെ ഇതിലായി ചെയ്യുന്നത്. സന്തോഷ് പണ്ഡിറ്റിന് പൈസ ഉണ്ടാക്കാൻ ഇതേപോലത്തെ മറ്റവൻ വേണ്ട. എന്താണ് സന്തോഷ് പണ്ഡിറ്റിന് മറ്റവൻ വേണ്ട. ഇവന്റെ കൃഷ്ണനും രാധേനെ കണ്ടിട്ട് 2 ദിവസം തൂത്തില് പിടിച്ചിട്ട് ഹോസ്പിറ്റലിൽ കിടന്ന അത്രയൊന്നും വരില്ലല്ലോ. കൃഷ്ണനും രാധേ കള്ളക്കണ്ണൻ രാധയുമായി കൂടുതൽ പറയിക്കണ്ട. നാട്ടിൽ വരുന്ന ഒരു ഇന്റർനാഷണൽ നിരീക്ഷണം അല്ലെങ്കിൽ സ്വന്തമായിട്ട് സ്വന്തമായ മ്യൂസിക് ആയാലും ഇത് ചെയ്ത് അത് കൃത്യമായി നോക്കി അറിയാൻ പറ്റും. 57 ലക്ഷം ആളുകളും ഇതൊക്കെ വരുന്നുണ്ട്. പിന്നെ ഈ യൂട്യൂബ് ചാനലുകാർ വിളിച്ചില്ലെങ്കിലും ഇല്ലെങ്കിലും സന്തോഷ് പണ്ഡിറ്റ് നിലനിൽക്കുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവൻ ഇല്ലെങ്കിൽ ഇവർ വട്ടപൂജ്യമാണ്. ഇവർ മൂന്നാംകിട ചാനൽ മാത്രമാണ്. സന്തോഷ് പണ്ഡിറ്റ് എത്ര നേരം ആ മനുഷ്യർ അവിടെ ഇരുന്ന് പറയണ്ട ഇയാള് ഭയങ്കര സാത്വികനാണ്. മൂന്നാംകിട ചാനലോ? ഹൗ ഡെയർ യു? സത്യങ്ങളൊന്നും അങ്ങനെ വിളിച്ച് പറയല അണ്ണ. കുറ്റം പറഞ്ഞിട്ടില്ല. അയാളെ ചാനലിലൂടെ അയാളെ കാര്യം മാത്രമാണ്. ഈ ഒരു 24x7 വലിയൊരു സാറ്റലൈറ്റ് ചാനൽ വന്നു. ഇതിനകത്ത് വന്നിരുന്നിട്ട് ഇതിനകത്ത് വന്നിരുന്നിട്ട് വേറൊരാളെ ചാനൽ മൂന്നാംകിട ചാനൽ എന്ന് പറയുമ്പോ ഈ മനുഷ്യൻ എത്രത്തോളം നാട്ടുകാർ അളക്കില്ലേ? ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഒരു യൂട്യൂബിലോ ഒരു ഫേസ്ബുക്കിലോ ഒരു ഇൻസ്റ്റാഗ്രാമിലോ സെക്കൻഡ് പാർട്ടിയുടെ ഒരു കണ്ടന്റ് എടുക്കരുത് എന്നുള്ള നിയമമൊന്നുമില്ല. എടുത്തു കഴിഞ്ഞാൽ അത് കൃത്യമായി പീനലൈസ് ചെയ്യാൻ ആരാണോ ഓണർ അയാൾക്ക് സാധിക്കും, ഇല്ലേ? അങ്ങനെ പീനലൈസ് ചെയ്യേണ്ട എന്ന് തീരുമാനിക്കുകയും സ്വന്തം കണ്ടന്റുകൾക്ക് കൂടുതൽ വിസിബിലിറ്റി കിട്ടണമെന്ന് വേറൊരാൾ ആഗ്രഹിച്ചത് കൊണ്ടായിരിക്കാം നമ്മളെ പോലുള്ളവർ ഈ കണ്ടന്റ് എടുക്കുമ്പോൾ അവരൊന്നും പറയാത്തത്. നമ്മളിത് എടുക്കുമ്പോ ഞാൻ ട്രോളി ആരും എന്റെ DM വന്നിട്ട് മോനെ എന്നൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല. കാരണം അവരും ആഗ്രഹിക്കുന്നത് ഫെയിമാണ്. മനസ്സിലായില്ലേ? അപ്പോ ട്രോളുമ്പോ അത് അവർക്ക് അതിനെക്കാട്ടും കൂടുതൽ റീച്ച് കിട്ടുന്നു. എന്നെ പോലെ അവരാതല്ലല്ലോ കാട്ടി വെക്കുന്നേ. ഗോകുലബാലന കള്ളക്കണ്ണൻ രാധയുമായി എന്ന് ചേർന്ന് നിന്ന് എന്നെ പാട്ടും ഒരു ലൈൻ ഓഫ് റെസ്പെക്ട് കീപ്പ് ചെയ്തിട്ടാണ് ഞാൻ എന്റെ ചാനലിൽ അങ്ങനെ സംസാരിച്ചിട്ടുള്ളത്. ഇന്ന് വരെ എനിക്ക് അതിന്റെ പേരിൽ ഒരു കേസും ഇല്ല. ഇത് ഇല്ലാത്തവർ ചെയ്യുന്നത് എല്ലാവരുടെ തലയിലും മൂന്നാംകിട ചാനൽ എന്ന് പറഞ്ഞാൽ അടിച്ചേൽപ്പിക്കാൻ പാടില്ല. ഇപ്പൊ ഞാൻ നോക്കുന്ന സമയത്ത് സന്തോഷ് പണ്ഡിറ്റിന്റെ ആദ്യ കാലഘട്ടത്തെ ചാനൽ ചർച്ച മുതൽ ഇദ്ദേഹത്തിന്റെ സിനിമ മുതൽ നോക്കിക്കഴിഞ്ഞാൽ അപരാധം എന്ന് പറയുന്ന മനുഷ്യനിൽ നിന്ന് ഞാൻ മാറി ഇദ്ദേഹത്തിന് ഇപ്പത്തെ ചാനൽ നോക്കുമ്പോൾ നമ്മൾ ആ മാറ്റം കണ്ടു. ഓക്കെ, അപ്രീഷിയേറ്റ് ചെയ്യുന്നു, പോകുന്നു, അഭിപ്രായം പറയുന്നു, പോകുന്നു. ഒരു നേരം പോയിട്ട് അവിടെ ചെന്നിട്ട് മൂന്നാംകിട ചാനലാണ് മറ്റത് നമ്മൾ പറയാൻ നിൽക്കാറില്ല. ഇത് സ്വന്തം ഫ്രസ്ട്രേറ്റഡ് ആവുമ്പോ ഇതേപോലെ പുള്ളി ചെയ്യുന്ന ഈ കൾച്ചർ ഇന്ന് ഇവിടെ എക്സ്പോസ്ഡ് ആയി. ഇതാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത്. അദ്ദേഹം പറഞ്ഞത്, സന്തോഷം പറഞ്ഞത് എന്താ പറഞ്ഞത്? ഞാൻ എന്റെ ചാനലിൽ ഞാൻ സ്വയം സന്തോഷി പറയുന്ന കാര്യം നിങ്ങൾ ആലോചിക്കണം. എലി ചത്ത കാര്യം മുതൽ കണ്ടവന്റെ ഭാര്യ ഒളിച്ചോടി പോയി കാര്യം വരെ ന്യൂസാക്കുന്ന ഒരു ന്യൂസിന്റെ ഇന്റർവ്യൂവിൽ പോയി ഇരുന്നിട്ടാണ് പറയുന്നത് X ഉം Y ഉം വേണം ഇവർക്ക് കണ്ടന്റ് ആക്കാൻ എന്നുള്ളത്.
ഏതറാ വെളിവില്ലേ എന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല. അപ്പോൾ ഇത് കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കണ്ണു വരിക്കും. ബൈ.